രാഷ്ട്രീയത്തിലെ മറ്റു രാഷ്ട്രീയക്കാർ സംസാരിക്കുമ്പോൾ എത്ര വിയോജിപ്പുള്ളവരും അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കും, കാതു കൊടുക്കും. ആ നേതാക്കന്മാർ ഓന്തിനെ പോലെ വാക്കുമാറ്റിയോ നുണകൾ മാത്രം പറയാൻ മാധ്യമങ്ങളെ കാണുകയോ ചെയ്യുന്നവരല്ല. എന്നാൽ VD സതീശൻ അങ്ങനെയാണ്, അങ്ങനെ മാത്രമാണ്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ളം. ഉവ്വോ, തെളിവുണ്ട് കേട്ടോ. കളി കയ്യിന്ന് പോയി എന്ന തിരിച്ചറിവ് വരുമ്പോ, അല്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പോ പ്രതിപക്ഷ നേതാവ് കയ്യിന്ന് കുറച്ചധികം ഭാവങ്ങള് വാരി വിതറും. പുച്ഛം, വല്ലാത്തൊരു ചിരി എന്നിങ്ങനെ സഞ്ചരിച്ച് നിവർത്തിയില്ലാതെ ഒരൊറ്റ പൊട്ടിത്തെറി. കേരളം ഞെട്ടിപ്പോകും. ജനങ്ങളും മാധ്യമങ്ങളും അയാൾക്കു താഴെ. അയാൾ ഒരു ഏകാധിപതിയാണ് എന്ന ഭാവം, അതാണ് കയ്യില്. അതിനി നാട്ടിലാണോ മാധ്യമങ്ങളുടെ മുന്നിലാണോ അതോ നിയമസഭയിലാണോ, സതീശന് നോ മൈൻഡ്. ഞാൻ സംസാരിക്കട്ടെ. അതെന്താ ഭീഷണിപ്പെടുത്തുന്നു? കനകോലുവിനെ ഉൾപ്പെടെ ഇറക്കി മാധ്യമങ്ങളെ കയ്യിൽ വാങ്ങിയ സതീശൻ ഒടുക്കം എന്താ ചെയ്തത്? കേരളത്തിലെ സാഹചര്യം UDF-നെതിരാണ് എന്ന് മനസ്സിലാക്കിയതും പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ അവനെന്നും ഇവനെന്നും ഒക്കെ വിളിക്കാൻ തുടങ്ങി. പച്ചക്കള്ളം. ഇനി കള്ളാണെന്നൊന്നും പറയണ്ട, തെളിവുണ്ട്. ഇവനെ പോലത്തെ ആളുകള് ചൊടുത്തനാണ്. ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ ചീഫ് ജസ്റ്റിസിന് നേരെ വരെ എത്തി ഒടുക്കം സതീശന്റെ കോപം. ഏതോ ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോ ഒരിത്തിരി ചിന്തിക്കുകയെങ്കിലും ചെയ്യാം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അതെ, ഇത്തിരിയൊക്കെ ചിന്തിച്ചും കണ്ടും സംസാരിക്കാം കേട്ടോ.